ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരെണ്ണം നല്ലപോലെ ചോപ്പ് ചെയ്ത്, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, സവോള, ഇതെല്ലാം ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് അരി വെള്ളത്തിലിടാം. ബിരിയാണി അരിയാണ്, നല്ല അരിയാണ്. അത് നമ്മൾ എപ്പോഴും എടുക്കുന്ന അരി തന്നെ നോക്കിയെടുത്താൽ മതി. ഞാൻ ഏകദേശം 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ചെയ്യാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മീൻ വറുത്ത് ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് വെള്ളത്തിൽ കുതിരാൻ കിടക്കട്ടെ. നല്ല മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ദശയുള്ള മീൻ ഏത് വെച്ചും നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല ഫിഷ് വറുത്തെടുക്കാനായിട്ട് നമുക്ക് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സാധാരണ വീട്ടിൽ മീൻ വറുക്കാൻ എടുക്കുന്നത് പോലെ തന്നെ അതെല്ലാം മിക്സ് ആക്കിയ ശേഷം നമുക്ക് മീനിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. അപ്പോൾ മീനിൽ ഒരു 10 മിനിറ്റ് പുരട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ വറുത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ സാധാ മീൻ വറുക്കുന്നത് പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതുപോലെ മീൻ വറുത്തങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ടപ്പേന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മീനെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട്, അത് വറുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കിസ്മിസും നട്ട്സും അതുപോലെ തന്നെ സവോളയും നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതും വറുത്ത് കോരി എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ചെറിയൊരു ഉരുളിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ഫിഷിനുള്ള മസാലയാണ് കേട്ടോ ഇനി റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മസാലയ്ക്കായിട്ട് സവോള അരിഞ്ഞത് ചേർക്കാം, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത്രയൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിങ്ങനെ വറുത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് വറുത്തെടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അളവിൽ ഇതെല്ലാം എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂട്ടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് മൂടി വെച്ചും നല്ലപോലെ ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ചും വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി മസാല, അതായത് ഈ ചിക്കൻ ബിരിയാണിയിൽ ഒത്തിരി മസാല വേണ്ടാത്തവരാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വീതം എടുത്തിരിക്കുന്നത്. അപ്പോൾ മസാല കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ആദ്യം തന്നെ കോരി എടുത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് അരമണിക്കൂർ ഇട്ടതിന് ശേഷം കോരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിലാണ് ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി നമ്മൾ വാരി വെച്ച് അതിൻ്റെ വെള്ളം മാറിയതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ആ നെയ്യൊക്കെ ആയിട്ട് ഒന്ന് റെഡി ആവാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ എല്ലാ തവണ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ആ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റാണെങ്കിൽ കുക്കർ ബിരിയാണിയാണ് ഏറ്റവും സിമ്പിൾ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തവണയും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുക്കറിൽ ഒന്ന് വറുത്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക്, അതായത് 1 ഗ്ലാസ് ബിരിയാണി അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കറക്റ്റ്. പിന്നെ ചില അരികൾക്ക് അനുസരിച്ച് വെള്ളത്തിൽ ഡിഫറൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 1, 1.25, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അത് ചൂടുവെള്ളമാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബിരിയാണി അരി, 1 കപ്പ് ബിരിയാണി അരിക്ക് 1.5 അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ ഫിഷിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ
നിങ്ങളൊക്കെ വെക്കുന്ന സ്റ്റൈലിൽ നിന്ന് കുറച്ചും കൂടെ ഈ മസാലയൊക്കെ കുറച്ചാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ വയറ് നിറയെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ആ പൊടികളെല്ലാം വറുത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് ഗ്രേവി ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് പുളിയും കിട്ടും. അപ്പോൾ നല്ല ഈ മീനിന് പ്രത്യേകിച്ച് നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു ലെമൺ ജ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ തക്കാളിയുടെ ഇതെല്ലാം വരുമ്പോഴേക്കും മീനിനും ഒരു പുളിയൊക്കെ കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മീനിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നല്ല സെറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് വറുത്ത മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ മീനെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്ത മീനും കൂടെ ചേർത്ത് ഒന്ന് മസാലയിൽ നല്ല പുരട്ടിയെടുക്കാം. അപ്പോൾ മസാല കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എടുത്തോളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അധികം മസാലയൊന്നും വേണ്ടാത്തവർ, അപ്പോൾ അതുകൊണ്ട് അതിന് ആവശ്യത്തിന് മാത്രമേ മസാല ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് മീനിലെല്ലാം ഒന്ന് സെറ്റാവാനായിട്ട് നമുക്ക് ആ മസാലയെല്ലാം പൊത്തി വെച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സെറ്റാക്കാം. ആവശ്യത്തിന് മസാലപ്പൊടി, നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാല ഇത്, മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മസാലപ്പൊടിയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ അത് ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ അരിക്ക് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ അരി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ചില അരികൾക്ക് മാത്രം 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരും. ബിരിയാണിയുടെ അരി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചൂട് പോയതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഓരോന്നോരോന്നായിട്ട് വിട്ടുപോരുന്ന പരുവത്തിലാണ്. ഇനി നമുക്കൊന്ന് ദം പോലെ ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു വലിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ്. ബിരിയാണിക്ക് സാധാരണ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു കളറ് വരാനായിട്ട് ഈ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. അതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ ആ കുത്തുമണം മാറി കിട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നമ്മുടെ ബിരിയാണി അരിയും കൂടെ വേവിച്ചത് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ കുറച്ചെടുത്ത് മാറ്റി വെക്കും. അത് നമുക്ക് കളറ് വരാൻ വേണ്ടിയിട്ടാണ്. വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കളറ്. അപ്പോൾ അതുപോലെ തന്നെ ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് മസാലയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചപ്പോൾ എടുക്കാം. പക്ഷെ മസാലയുടെ ആ ഒരു മണം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ബൗളിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് മസാല എല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയും വറുത്തു, അതുപോലെ തന്നെ കളറ് ചോറ് ആയിട്ട് യെല്ലോ ചോറും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മുടെ സാദാ ചോറ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് അതിന് മുകളിലേക്ക് നമുക്ക് ഈ മസാലയും അതുപോലെ മഞ്ഞച്ചോറും ഇട്ട് ഒരു ലെയർ നമുക്ക് അങ്ങനെ റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ ലെയർ ആക്കി എടുക്കുക ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ആ വൈറ്റും യെല്ലോയും കൂടെ ഇങ്ങനെ മിക്സ് ആയി കിട്ടുമല്ലോ. അപ്പോൾ ആ സ്റ്റൈലിലാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു ടെക്നിക്കാണ്. നിങ്ങൾ സാധാരണ എങ്ങനെ ചെയ്യുന്നത്? കളറൊക്കെയാണോ ചേർക്കാറുള്ളത്? അപ്പോൾ കളറൊന്നും ചേർക്കാതെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയറായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു ലെയറായിട്ട് നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ നമുക്ക് വൈറ്റ് ചോറിടാം, പിന്നെ ഈ യെല്ലോ ചോറ്, അങ്ങനെ നമുക്ക് ഓരോരോ ലെയറായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ സെറ്റായി കഴിഞ്ഞു. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഫിഷ് ബിരിയാണി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്തവണ. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ആ ഒരു നെയ്യും എല്ലാം ഇതിനകത്തൊന്ന് സെറ്റാവാനായിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഫിഷ് നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിന് മുകളിലേക്കും ഈ പറഞ്ഞതുപോലെ ഒരു ലെയർ സവോളയും അതുപോലെ തന്നെ നമ്മുടെ മസാലയും പിന്നെ ഈ നട്ട്സും കിസ്മിസും അതെല്ലാം വെച്ച് ഒന്നുകൂടെ അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇവിടെ പിള്ളേർക്കൊന്നും ഈ സവോള ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സവോളയുടെ അല്ലാത്ത ലെയറിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അല്ലേ. സിമ്പിൾ ടെക്നിക്കാണ്. എല്ലാം നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആക്കിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നൊരു ചെറിയ ദം പോലെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഹോളുള്ള ടൈപ്പ് പാത്രമാണെങ്കിൽ നമുക്ക് കവർ ചെയ്യുമ്പോൾ ചെറിയ ആവി അതിന് മുകളിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തിരുന്നാൽ നമ്മുടെ ബിരിയാണി സെറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ബിരിയാണി.
ഒരു 2-3 മിനിറ്റ്സ് വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെയ്യ് ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇതെല്ലാം ഒന്ന് സേവ് ചെയ്യാനായിട്ട് എടുക്കാം. എത്രയാണോ ഫിഷ് വേണ്ടത് ആ ഫിഷ് വെക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ആ ഫിഷിൻ്റെ ഗ്രേവിയും കൂടെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി കൂടി ഒന്ന് പൊത്തി ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി വെച്ച്, സാലഡും ഉണ്ട്, അതുപോലെ തന്നെ അച്ചാറും ഉണ്ട്. വേറെ പിന്നെ ഓരോന്ന് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അധികം ഗ്രേവിയോ അതുപോലെ തന്നെ ഒന്നും തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. നല്ല മീൻ കിട്ടുമ്പോൾ ഇതുപോലെ, നല്ല ദശക്കട്ടിയുള്ള മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ ചൂടുകാലത്ത് വീണ്ടും ചൂട് തന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ, ഇനിയും കാണാം.